സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേര പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയ ലോകബാങ്കിൻ്റെ ഒരു ഫയൽ നോട്ട് പത്രങ്ങൾക്ക് എങ്ങനെയോ ചോർന്നു കിട്ടും. ആരാ ചോർത്തി കൊടുത്തത്? അകത്തുള്ള ആരെങ്കിലും ആയിരിക്കും. എന്തിനാ ചോർത്തി കൊടുത്തത്? ചിലപ്പോൾ തമ്മിൽ പോരായിരിക്കും, ചിലപ്പോൾ ഗ്രൂപ്പായിരിക്കും, ചിലപ്പോൾ സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ. അങ്ങനെയുണ്ട് വിവരങ്ങൾ. ഞാൻ എല്ലാ ചാനലുകളിലും ഗസ്റ്റായി പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഈ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും പ്രളയമൊക്കെ ഉണ്ടായ സമയത്ത് അകത്തുനിന്ന് തന്നെയാണ് ആളുകൾ വിവരങ്ങൾ തരുന്നത്, അല്ല പുറത്തുനിന്ന് ആരും തരുന്നില്ല. ആ വിവരങ്ങൾ ഡേറ്റ വെച്ചാണ് നമ്മൾ വർത്തമാനം പറയുന്നത്. ഇപ്പോൾ സുഭാഷിതം ചാനലിലും ഗ്രീൻ ഗ്ലോബൽ ചാനലും ഉണ്ട്. അകത്തുനിന്ന് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ഒരുപാട് ആളുകൾ സിസ്റ്റത്തിൽ നിന്ന് വിവരങ്ങൾ തരുന്നു. കാരണം അവർക്ക് രണ്ട് തരത്തിലാണ്. ഒന്ന്, സിസ്റ്റത്തോടുള്ള എതിർപ്പുള്ളവരുണ്ട്, രാഷ്ട്രീയമായി എതിർപ്പുള്ളവർ എടുത്തു തരും, എതിർ പാർട്ടിക്കാർ. രണ്ടാമത്, സിസ്റ്റം കറക്റ്റ് ചെയ്യപ്പെടണമെന്നുള്ളവരും എടുത്തു തരും. ഈ സിസ്റ്റത്തിൽ അഴിമതി കാണുന്നു, കറക്റ്റ് അവർക്ക് പറയാൻ പറ്റുന്നില്ല, അവർ സർക്കാർ ജീവനത്തിൽ ഇരിക്കുന്നതുകൊണ്ട് അവർ വിവരങ്ങൾ എടുത്തു തരും. എന്തായാലും ഈ കേര പദ്ധതിയിലേക്ക് ലോകബാങ്കിൻ്റെ ഒരു കത്തുമായി ബന്ധപ്പെട്ട ഒരു ധനകാര്യ സാമ്പത്തിക ഇടപാട്, പൈസ മറിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതുമായി മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കത്ത് പുറത്തു വന്നതിന് തുടർന്ന് അത് അന്വേഷിക്കുവാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. കൃത്യമായ മാധ്യമ സെൻസർഷിപ്പിലേക്ക് ഗവൺമെൻറ് പോയാൽ അത്ഭുതപ്പെടാനില്ല. കാരണം മാധ്യമ സൗഹൃദമല്ല ഈ ഗവൺമെൻറ് എന്നുള്ളതാണ്. നല്ല തമാശകൾ ഞാൻ പറഞ്ഞു തരാം. എൻ്റെ വ്യക്തിപരമായ അനുഭവം തന്നെ ഞാൻ പറയട്ടെ. ഞാൻ സർവീസിലുണ്ടായിരുന്നപ്പോൾ 1967 ഞാൻ 67 നിയമമൊക്കെ എനിക്കറിയാം. പക്ഷേ എങ്കിൽ 67 ഒരു നിയമം, അന്ന് അത് ഏതോ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചിരുന്ന നിയമം, സർക്കാർ ഉദ്യോഗസ്ഥർ ലേഖനം എഴുതുകയാണെങ്കിൽ, പത്രത്തിൽ എഴുതുകയാണെങ്കിൽ, പുസ്തകം ഇറക്കുകയാണെങ്കിൽ, ചാനലിൽ പോകണമെങ്കിൽ ഗവൺമെൻറ് അനുവാദം വാങ്ങണമെന്നാണ്. അന്ന് ചാനലില്ല, അതുകൊണ്ട് ആ വാർത്തയില്ല, ലേഖനവും പുസ്തകമാണ്. ഈസ് ഇറ്റ് പ്രാക്ടിക്കൽ അല്ല. കാരണം രാവിലെ ഒരു സംഭവം ഉണ്ടാകുന്നു, ഇന്ന് രാവിലെ പത്രത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ നാളത്തേക്ക് എഡിറ്റോറിയൽ പേജിൽ ലേഖനമാണെന്ന് പറഞ്ഞാൽ അത് സെക്രട്ടേറിയറ്റിൽ അയച്ച് വെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് എഴുതുന്ന ആളിൻ്റെ നയത്തിന്, സർക്കാരിൻ്റെ നയത്തിനെതിരെ എഴുതുകയാണെങ്കിൽ വാൺ ചെയ്യാം, അല്ലെങ്കിൽ നടപടിയെടുക്കാം. അത്രേ കഴിയുകയുള്ളൂ. നിരവധി പുസ്തകങ്ങൾ എഴുതുന്നു. ഒരുപാട് ഗവൺമെൻറ് പ്രസിദ്ധീകരണശാലകൾ തന്നെയുണ്ട്. അവിടെ എല്ലാം പുസ്തകം എഴുതുന്ന എത്രയോ കോളേജ് അധ്യാപകർ, സ്കൂൾ, ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ ചാനലുകളിലും പത്രങ്ങളിലും വരും. പക്ഷേ എനിക്കിതിനെതിരെ നോട്ടീസൊക്കെ തന്നു. അത് ഞാൻ പിന്നെ മറുപടി കൊടുത്തു. പിന്നെ അത് കുറേ ഫയലുകൾ അങ്ങോട്ട് നീങ്ങിപ്പോയി. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ മാധ്യമ സെൻസർഷിപ്പ് ഉണ്ടോ എന്നുള്ളതാണ്. ഉരുൾപൊട്ടൽ, മുണ്ടകയിൽ, ചൂരൽമലയിൽ, പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓർഡർ വന്നു. ടിങ്കോ ബിസോൾ IAS ആണ് ഓർഡർ ഇറക്കിയത്. എന്താ ഓർഡർ? കേരളത്തിലെ ശാസ്ത്രജ്ഞന്മാർ അങ്ങോട്ട് പോകരുത്. എവിടെ? ഈ ഉരുൾപൊട്ടിയെടുത്ത്. പോയാലും മാധ്യമങ്ങളോട് സംസാരിക്കരുത്. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് അയച്ചു കൊടുക്കണം. ഡോക്ടർ ശേഖർ കുര്യാക്കോസ് സംസാരിക്കും, ഞങ്ങൾക്ക് സംസാരിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ 24 മണിക്കൂർ പോലും ആ ഓർഡർ നിന്നില്ല. ആ ഓർഡർ നിൽക്കാത്ത കാരണം വളരെ വലിയ തോതിലാണ് നാഷണൽ ലെവലിലുള്ള ചാനലുകളും പത്രങ്ങളും വരെ അത് വളരെ വലിയ സെൻസർഷിപ്പാണെന്ന് പറഞ്ഞ് വിമർശിച്ചപ്പോൾ 24 മണിക്കൂറിനകത്ത് ടിങ്കു ബിസ്വാൾ അത് പിൻവലിച്ചു എന്ന് മാത്രമല്ല, ഒരു സ്വകാര്യ സംഭാഷണത്തിൽ അവർ പിന്നെ പറയുകയും ചെയ്തു, ഒരു മരപ്പൊട്ടൻ ഇരിക്കുന്ന, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഇരിക്കുന്ന മരപ്പൊട്ടൻ എനിക്ക് ഫയൽ അയച്ചു, ഒരു മരമങ്കിയായ ഞാനത് നോക്കാതെ ഒപ്പുവെച്ചു. വലിയ വിവാദമായി. അവസാനം ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നത് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് പറഞ്ഞത് പിൻവലിച്ചു. അങ്ങനെ പല രൂപത്തിൽ അവർ മാധ്യമങ്ങളെ വാർത്ത ചോരുന്നത് പിടിക്കാൻ നോക്കുന്നു. ഒരു കാര്യം പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും മാധ്യമങ്ങളെ പിടിക്കാൻ നടക്കുന്ന ചീഫ് സെക്രട്ടറിയും എല്ലാവരും മനസ്സിലാക്കുക, എല്ലാ വാർത്തകളും പോകുന്നത് ഇടത് കൈ കൊണ്ടെഴുതുന്ന വാർത്ത പോകുന്നത്, വലത് കൈ കൊണ്ടെഴുതുന്ന വാർത്ത പോകുന്നത് ഇടത് കൈ കൊണ്ട് തന്നെയാണ്. നിങ്ങൾക്കകത്തു നിന്ന് തന്നെയാണ് വാർത്തകൾ പോകുന്നത്. അത് പോയേ പറ്റൂ, അതും എടുത്തേ പറ്റൂ. ചാനലുകാരെ സംബന്ധിച്ച്, ഡിജിറ്റൽ ചാനലുകാരെ സംബന്ധിച്ച്, യൂട്യൂബുകാരെ സംബന്ധിച്ച്, മുഖ്യധാര മാധ്യമങ്ങളെ സംബന്ധിച്ച്, പത്രക്കാരെ സംബന്ധിച്ച്, TV-ക്കാരെ സംബന്ധിച്ച്, ചാനലുകാരെ സംബന്ധിച്ച് അത് എടുത്തേ പറ്റൂ. എടുത്തില്ലെങ്കിൽ ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയില്ല. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ അടക്കമുള്ള സംവിധാനങ്ങൾ ഇങ്ങനെ വന്നില്ലായിരുന്നുവെങ്കിൽ എന്തൊരു അഴിമതിയും കൃത്രിമവും തോന്നിവാസമാണ് ഇവിടെ നടന്നേനെ. അത് പൊളിച്ചടുക്കുവാൻ ഒരു ഫോർത്ത് എസ്റ്റേറ്റായി, ഫോർത്ത് പോരാ, ഒരു 5ാം പത്തിയായി നിൽക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയണം. അങ്ങനെ വേണമെങ്കിൽ അവർക്ക് ഡേറ്റ വേണം, വിവരം വേണം. അതുകൊണ്ട് അകത്തുനിന്നുള്ളവർ എടുത്ത് കൊടുക്കും. നിങ്ങൾ എന്തെല്ലാം സെൻസർഷിപ്പ് നടത്തിയാലും അടിയന്തരാവസ്ഥ കാലത്ത് പോലും അകത്തുനിന്ന് വിവരമെടുത്തവരാണ് മാധ്യമപ്രവർത്തകർ. പിന്നെയല്ലേ ഈ സാധാരണ അടിയന്തരാവസ്ഥ ഇല്ലാത്ത സാധാരണ സമയത്ത്. അതുകൊണ്ട് ആ വെള്ളം വാങ്ങി വച്ചേക്കുക. അകത്തുനിന്ന് തന്നെ വിവരങ്ങൾ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. അത് ചാനലുകളിലും പത്രങ്ങളിലും വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. കാരണം ഗവൺമെൻറ്റിനെ കറക്റ്റ് ചെയ്യുവാൻ നല്ലതാണ്. രാജാവ് നഗ്നനാണെങ്കിൽ അത് വിളിച്ചു പറയാൻ ഒരു കുട്ടി പണ്ടുണ്ടായിരുന്നു.
ഒരു കൂട്ടം കുട്ടികൾ ഇവിടെയുണ്ട്, അവരാണ് മാധ്യമങ്ങളെന്ന് താങ്കളെപ്പോലുള്ളവർ തിരിച്ചറിയുക. അതുകൊണ്ട് മാധ്യമ വിചാരണയൊന്നുമില്ല, മാധ്യമ സ്വാതന്ത്ര്യമൊന്നും വിലക്കിയിട്ടില്ല എന്ന് നിങ്ങളുടെ ഓഫീസ്, മുഖ്യമന്ത്രി ഓഫീസ് പത്രക്കുറിപ്പ് ഇറക്കിയാലൊന്നും തീരൂല, പ്രവൃത്തിയിൽ വേണം. അതുകൊണ്ട് തന്നെ ആ കേരയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അന്വേഷണം, മാധ്യമങ്ങൾ കിട്ടിയതെങ്ങനെയെന്നുള്ള അന്വേഷണം മരവിപ്പിച്ചേക്കുക.